നമസ്കാരം, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഡ്രാഗൺ ചിക്കൻ ആണ് കേട്ടോ. ഇതുവരെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡ്രാഗൺ ചിക്കൻ എന്താണെന്ന്. എന്നാൽ നമ്മൾ കഴിക്കാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഇൻഡോ-ചൈനീസ് ഫ്യൂഷൻ ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ ഡ്രാഗൺ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് ഡ്രാഗൺ ചിക്കന് ആ പേര് വന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് അങ്ങോട്ട് വാജ് പഠിക്കണില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഡ്രാഗൺ ചിക്കന് വേണ്ടി നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട്. നോർമലി നമ്മുടെ ബോൺലെസ് പീസുകളാണ് ചെയ്യാറ്. സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്ത് അത് ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യാറ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള വെറൈറ്റിക്ക് മുഴുവൻ ചിക്കൻ, സ്കിന്നോടെ ഉള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 20 കിലോളം ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാതെ എന്ത് മാരിനേഷൻ. അടുത്തായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പറമ്പിലെ കുരുമുളക് തന്നെ ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ, നല്ല പഴുത്ത കുരുമുളക്. അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ള കുരുമുളകാണ് നമ്മുടെ, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം. അതിൻ്റെ മണം. അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി നമ്മുടെ ചിക്കനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അടുത്തായിട്ട് അപ്പോൾ നമുക്ക് എഗ്ഗ് പൊട്ടിക്കണം. ഒരു 5 എണ്ണം നമുക്ക് ഇതിനകത്തോട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാരിനേഷനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ എഗ്ഗും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതെല്ലാം നമ്മുടെ ചിക്കനിൽ എല്ലാത്തിലും ആക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നമ്മുടെ മാരിനേഷൻ എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. നമ്മൾ ഒരുപാട് ടൈം വെച്ച് കഴിഞ്ഞാൽ മഴ വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യും. അതുകൊണ്ട് നമ്മൾ അരമണിക്കൂർ വെക്കുന്നുള്ളൂ കേട്ടോ. ഇതിന് അങ്ങ് അടച്ച് വെക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് തീയൊക്കെ കത്തിച്ച് ഡ്രാഗൺ ചിക്കനുള്ള പരിപാടി അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ മഴയൊക്കെ പെയ്ത് എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്നതാണ്, അടുപ്പ് നല്ല ലെവലായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഉരുളി വെച്ച് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ ചൂടായ ഉരുളിക്കകത്തോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ട് വേണം ചിക്കൻ അങ്ങോട്ട് ഇതിനകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡിയാക്കാൻ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ മാരിനേറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളൊരു 1 മണിക്കൂറിൽ കൂടുതലായിട്ടോ, അരമണിക്കൂർ പറഞ്ഞത്. തീ കത്തി വരാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. അപ്പോൾ നമുക്ക് പയ്യെ ബേസിനിലേക്ക് ഇതെടുത്തിട്ട് കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഫ്രൈ ആയി കേട്ടോ. നമ്മുടെ 65 പോലെ ഒന്നും ആക്കണ്ട, നമ്മൾ ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് നൈസായിട്ട് കോരി നമ്മുടെ ഈ പാത്രത്തിലോട്ട് മാറ്റാം. ഉണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കറുമുറ എന്നുള്ള രീതിയിലാക്കിയിട്ടില്ല. ഇനിയും നമുക്കിതിൻ്റെ പരിപാടിയുണ്ട്. നമ്മൾ മുളക് പൊടി ഒന്നും ഇടാണ്ട് നല്ല കളറായല്ലോടാ. അതെ, ഫ്രൈ ആയപ്പോൾ കളറ് മാറി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അടുത്തതെല്ലാം നമുക്ക് പടപടയെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ബാച്ചും ആയിട്ടുണ്ട്. അപ്പം അടുത്ത ബാച്ച് ആയപ്പം ആദ്യത്തെ ബാച്ചിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. അതെ, താരതമ്യേന കുറച്ച്. ടേസ്റ്റ് നോക്കാതെ എങ്ങനെയാണ് അല്ലേ? അതെ, ടേസ്റ്റ് നോക്കലല്ല ശരിക്കും സംഭവിച്ചത്. ഇവിടെ ഒന്ന് ചെയ്യുമ്പോൾ ഇരുന്ന് ഒന്നും ഇത് ആക്കേണ്ട ആവശ്യമില്ലട്ടോ. കറക്റ്റ്. അതെ, ഹൈറ്റും കല്ല് കാലം ഉരുണ്ട് വിടാൻ നോക്കാം.
അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാച്ച് ഫുള്ള് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. ഒരു ബാച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഫ്രൈ ചെയ്തിട്ട് കാണാം. നോക്കിയിട്ടെ എന്തോന്നടേ ഒന്ന് തകർത്ത് വെക്കടേ. അതല്ല ആ തീയെങ്കിലും ഒന്ന് കത്തിക്കാൻ. പുല്ല് വെച്ച് പാത്രം കഴിയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച പോലെ. അതിവിടെ ഒന്നുമില്ല. നിൻ്റെ അടുത്ത് കപ്പ എടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് തന്നെ ധാരാളം. വാ വെട്ടിത്തിളങ്ങുന്നു ഒരുപാട് അങ്ങോട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ അടിക്കുന്നത് നമ്മൾ ഉരുളിക്കകത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ചൈനീസ് കടായിക്കകത്ത് ഇത് കൊള്ളില്ല, ഇത്രയ്ക്കും ചെയ്യാനുള്ള ആ ഒരു വലിപ്പമില്ല അതിന്. അപ്പോൾ നമുക്ക് ഉരുളിക്കകത്ത് തന്നെ അടിക്കാം. അപ്പോൾ നമ്മുടെ ചൂടായ ഉരുളിക്കകത്തോട്ട് നമ്മുടെ ചിക്കൻ വറുത്ത എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് കശുവണ്ടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഉണ്ടോ നമ്മുടെ കശുവണ്ടി ഇട്ട് പെട്ടെന്ന് നമ്മൾ ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് ഫുള്ള് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. എപ്പോഴും ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നല്ല തീയിൽ വേണം ഉണ്ടാക്കാൻ. നല്ല തീ എന്ന് ഉദ്ദേശിച്ചാൽ ബാക്കിയുള്ള മോശം തീ എന്നല്ല, എന്താ അതിന് പറയാ, ഹൈ ഫ്ലെയിമിൽ. അമ്പോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മറ്റേ തവി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ഇതാക്കി വുഡൻ സ്പൂണാക്കി. ഇതാകുമ്പം അത്രയ്ക്ക് ശബ്ദ കോലാഹലങ്ങളില്ല. അടുത്തായിട്ട് കുറച്ച് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. റെഡ് ചില്ലി, അത് നടുവേ പൊട്ടിച്ചതാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറ്റൽമുളകും അതുപോലെ കശുവണ്ടിയും വെളുത്തുള്ളിയും സവോളയൊക്കെ ചെറിയ രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പടപടയെന്ന് ചെയ്യേണ്ടതാണ് കേട്ടോ. ക്യാപ്സിക്കം കണ്ടോ, നല്ല ചന്തത്തിൽ നീട്ടത്തിൽ അരിഞ്ഞെടുത്താണ്. ഇനി നമുക്ക് ഇതുകൂടെ അങ്ങോട്ട് ഇതിനകത്ത് മിക്സാക്കി എടുക്കാം. ഇനി അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് സോസുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ, നമ്മുടെ ക്യാപ്സിക്കം എല്ലാം ഇതിനകത്തൊന്ന് വഴറ്റിയെടുത്ത് നന്നായിട്ട് വേവിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതിനകത്തോട്ട് ആദ്യം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. അടുത്തായിട്ട് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് റെഡ് ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒച്ച കൊണ്ട് നമ്മുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇനി ഒരല്പം ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതങ്ങോട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സോസും എല്ലാം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാ ചിക്കനും നമ്മൾ ഇതിനകത്തോട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കങ്ങോട്ട് ഇതങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുക്കാം. കണ്ടോ, നമ്മുടെ സോസിനകത്തൊക്കെ ചിക്കൻ കണ്ടോ ഇങ്ങനെ പെരണ്ട് വരുന്നു. ഇനി നമുക്ക് ചിക്കനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് തിളപ്പിച്ച് വെച്ച വെള്ളമാണ്. ഇനി നമുക്കിതങ്ങോട്ട് മൊത്തത്തിൽ ഈ സോസെല്ലാം ഇതിനകത്തേക്ക് ആവുന്ന രീതിയിൽ അങ്ങോട്ട് ഇളക്കി അത്യാവശ്യം നല്ല തീയിൽ വെച്ച് നമുക്കങ്ങോട്ട് കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ഈ മൊത്തത്തിൽ ഒന്ന് വരട്ടിയെടുക്കാം. ഡ്രൈ ആക്കി എടുക്കാം അല്ലടാ. അതെ, അത് തന്നെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരല്പം വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് ഇറക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ
ഡ്രാഗൺ ചിക്കൻ നമ്മുടെ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് കുടഞ്ഞിടാം കേട്ടോ. അയ്യവാ, നമ്മുടെ നട്ട്സൊക്കെ നമുക്ക് ഈ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ചിക്കൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് വെളുത്ത എള്ളിട്ട് കൊടുക്കാം കേട്ടോ. അതുകൂടെ ഇട്ടപ്പോൾ അതിൻ്റെ ആ ഒരു ലുക്ക് ലേശം മാറിയില്ലേ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ഫ്രൈഡ് റൈസും കൂടെ റെഡിയാക്കാം. ആദ്യം തന്നെ നമ്മുടെ ചൈനീസ് കടായി അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതാകുമ്പോൾ ചൂടാവാൻ അധികം സമയമൊന്നും വേണ്ട. ഇനി നമ്മുടെ കടായിക്കകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. ഇതപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ സംഭവം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസ് കേട്ടോ. ഇത് സൈഡിലോട്ട് തട്ടിക്കൊടുക്കട്ടെ. തട്ടിക്കൊടുക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസും റെഡി ആയിരിക്കുകയാണ്. ഇതപ്പോൾ നമുക്ക് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കഴിച്ചാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രാഗൺ കുഞ്ഞിനെ അങ്ങോട്ട് കഴിക്കല്ലേ. ഡ്രാഗൺ കുഞ്ഞല്ല, നമ്മുടെ ഡ്രാഗൺ ചിക്കനും അതുപോലെ ഫ്രൈഡ് റൈസും പിടയ്ക്കാലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൈഡ് റൈസും കുറച്ച് കശുവണ്ടിയും നമ്മുടെ മുളകും എല്ലാം കൂടി എടുക്കുക. ഫ്രൈഡ് റൈസിനകത്തോട്ട് വെക്കുക. എന്നിട്ടിങ്ങനെ കുറച്ച് ഫ്രൈഡ് റൈസും ഇതും കൂടെ കൂട്ടി കഴിച്ച് നോക്കുക ആദ്യം. നീ എന്നിട്ട് ഞാൻ കഴിക്കട്ടെ. എല്ലാത്തിനും അതും അടിപൊളി അടിപൊളി അടിപൊളി. ആരാണ്ട് കമൻറ്റ് അടിച്ചേക്കുന്നുണ്ടോ. പിന്നെ ചേട്ടൻ ഉണ്ടാക്കി ചേട്ടൻ കൊള്ളത്തില്ലെന്ന് പറയുമെന്ന്. അതിനുള്ള മറുപടി എന്താ പറയാൻ പറ്റുക? സാധനം ഉണ്ടാക്കി കൊള്ളത്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളിലേക്ക് ആ വിഭവം നമ്മൾ എത്തിക്കുകയില്ല കേട്ടോ. അങ്ങനെ ഫ്ലോപ്പായ ഒരു ഐറ്റം ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയില്ല. വീഡിയോ എടുത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടുകയില്ല. അത്രയ്ക്കും നല്ലതായതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവർക്കും അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതും. ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് അല്ലല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട്. ഇനി ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു തരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് അത് ഇടുന്നതായിരിക്കും കേട്ടോ, നിങ്ങൾ മെൻഷൻ ചെയ്ത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്തേക്കുക, ഹിൽടോപ്പ് കിച്ചൺ. ഫ്രൈഡ് റൈസ് ഇല്ല, അടിപൊളിയാ. സിമ്പിളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പവർഫുള്ളാണ്. തമാശ അല്ല കേട്ടോ. ഡ്രാഗൺ ചിക്കനും ഇതും പക്ക കോമ്പിനേഷനാണ്. അടിപൊളി, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. എളുപ്പമെന്ന് പറയാൻ പറ്റുമോ ഇതുണ്ടാക്കാൻ? ഫ്രൈഡ് റൈസ് വലിയൊന്നുമില്ല, നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാം. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഭയങ്കര ഇതായിട്ട് തോന്നുക. വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോട്ടോസൊക്കെ അയക്കേണ്ടതാണ്. ഉറപ്പായിട്ട് നമ്മളതൊക്കെ മെൻഷൻ ചെയ്ത് നമ്മൾ സ്റ്റോറി ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും താഴെ അഭിപ്രായം ഉണ്ടാണ്. പിന്നെ എല്ലാവരും കമൻസ് കൂടുതൽ വരുന്നത്, ചേട്ടാ കുറച്ചും കൂടെ വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കമൻസ് ഉറപ്പായിട്ടും വരുന്നത് എനിക്കറിയാം. ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ഈ ആംബിയൻസിൽ ചെയ്യണമെങ്കിൽ എന്താണ് ഒരു പ്രശ്നം? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ഷണിക്കാതെ വരുന്ന മഴ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് മാത്രമാണ്. പ്രശ്നം എന്നല്ല, മഴ നമുക്കും ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് വീഡിയോസിൻ്റെ എണ്ണം കുറയുന്നത് കേട്ടോ. എന്താണെങ്കിലും ചെയ്യുമ്പോൾ അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെന്താ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും പറയാനൊന്നും അറിയില്ല കേട്ടോ, ചുമ്മാ ക്യാമറ പിടിച്ചിരിക്കാന്ന് പറഞ്ഞ പോലെ. ഇത് നീ കേൾക്കുന്നില്ലടാ? അതൊക്കെ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ സൗണ്ട് വന്നില്ല പുറത്ത്. അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്നും വന്നില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ലവ് യു ഓൾ, പീസ്. എനിക്ക് ഒന്നാമത്തെ കാര്യത്തിന് ഈ സോസൊന്നും കൂട്ടി കഴിക്കുന്നത് വലിയ താല്പര്യമില്ല. ഫ്രൈഡ് റൈസ് കഴിക്കുന്ന അതിൻ്റെ അല്ല, സോസൊക്കെ ഒരു മധുരമൊക്കെ പോലെയല്ല. പ്രോ സാധനം.